ഹായ്, ഐ ആം അബി അരവിൻ, co-founder ഓഫ് ക്യുക്സെറ്റ്. ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് ക്യുക്സെറ്റ് എന്താണെന്ന് പരിചയപ്പെടാം അല്ലേ. ക്യുക്സെറ്റ് ഒരു ഫുള്ളി അസിസ്റ്റഡ് ആയിട്ടുള്ളൊരു എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമാണ്. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് എങ്ങനെ നമ്മുടെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യാം, അതായത് ഒരു എൻഡ് ടു എൻഡ് ആയിട്ട് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽസ് ആഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത്. സോ നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം, നമ്മുടെ ക്രോം ഓപ്പൺ ചെയ്യാം, നമ്മുടെ പ്ലാറ്റ്ഫോമിൻ്റെ നെയിം സെർച്ച് ചെയ്യാം. ക്യുക്സെറ്റ് ഡോട്ടിൽ സെർച്ച് ചെയ്താൽ നമ്മുടെ പ്ലാറ്റ്ഫോം ഓപ്പൺ ആയി വരും. നമ്മുടെ ഡാഷ്ബോർഡ് ഓപ്പൺ ആയി വരും. സോ ഇപ്പം ഇത് കണ്ടപ്പോൾ നിങ്ങൾക്കൊരു ചെറിയ ഐഡിയ കിട്ടിക്കാണുള്ളൂ എന്താണ് നമ്മുടെ പ്ലാറ്റ്ഫോം എന്നുള്ളത്. സോ നമുക്ക് ഫസ്റ്റ് നമ്മുടെ പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. സോ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം അല്ലേ. സോ ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക, നമ്മുടെ മെയിൽ ഐ ഡി കൊടുക്കുക. മെയിൽ ഐ ഡി കൊടുത്തു. ആൻഡ് നെക്സ്റ്റ് എന്ന് വെച്ചാൽ നമ്മളൊരു പാസ്വേഡ് സെറ്റ് ചെയ്യണം. സോ ഒരു സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് സെറ്റ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. സോ ഞാനൊരു പാസ്വേഡ് സെറ്റ് ചെയ്തു. ഇനി അടുത്ത കൺസേൺ കൊടുക്കുന്നതിന് മുമ്പ് നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ, പ്രൈവസി ആൻഡ് പോളിസി, റീഫണ്ട് ആൻഡ് ക്യാൻസലേഷൻ പോളിസി, ഇത് മൂന്നും നിങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു നോക്കുന്നത് നല്ലതാണ്. സോ ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ഓരോ പോളിസീസും വായിച്ചു നോക്കാവുന്നതാണ്. ഓക്കെ, സോ ഞാൻ ഇപ്പം അതിലോട്ട് പോകുന്നില്ല. നിങ്ങൾ അത് ഓപ്പൺ ആക്കുമ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, സോ ജസ്റ്റ് ഞാൻ കൺസെൻറ്റ് കൊടുത്തു, ക്രിയേറ്റീവ് വർക്ക് സ്പേസ് കൊടുത്തു. ഞാനിപ്പോൾ അത് സേവ് ചെയ്യുന്നില്ല. സോ ഇപ്പം നമ്മുടെ വർക്ക് സ്പേസ് ക്രിയേറ്റ് ആയി. നമ്മുടെ മെയിലിലോട്ട് ഒരു വേരിഫിക്കേഷൻ മെയിൽ വന്നിട്ടുണ്ടാവും. സോ ജസ്റ്റ് പോയിട്ട് അത് നമ്മൾ എന്ത് ചെയ്യുക, വെരിഫൈ ചെയ്യാം. യെസ്, വന്നിട്ടുണ്ട്. വെരിഫൈ നമ്മൾ മൈ അക്കൗണ്ട് കൊടുക്കാം. വെരിഫൈ ആയിട്ടുണ്ട്. അന്നേരം ബാക്കോട്ട് പോവാം, നമ്മുടെ ലോഗിൻ പേജിലോട്ട് പോവാം. ലോഗിൻ പേജിലോട്ട് പോയിട്ട് നമ്മുടെ മെയിൽ ഐ ഡി പിന്നെന്താ നമ്മുടെ പാസ്വേഡ് അടിച്ചിട്ട് ലോഗിൻ ചെയ്യാം. സോ ഫസ്റ്റ് എന്താണ് നമ്മുടെ നെയിം കൊടുക്കാം. ഞാൻ ഇപ്പം ട്യൂഷൻ ടീച്ചറാണ് സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾ ഏത് ഫീൽഡിലാണെന്നുള്ളത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. സോ അത് സെലക്ട് ചെയ്തു, കണ്ടിന്യൂ. നെക്സ്റ്റ് നമ്മുടെ ഫോൺ നമ്പർ കൊടുത്തു. അത് നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നെക്സ്റ്റ് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. സോ അത് അപ്ഡേറ്റ് ചെയ്യാം. അതും മാൻഡേറ്ററി അല്ല, സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. നെക്സ്റ്റ് നമ്മുടെ ലൊക്കേഷൻ കേരള കൊടുത്തു. ഫിനിഷ് സെറ്റപ്പ്. ഇപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്ന ഡീറ്റെയിൽസിനെ റെക്കഗ്നൈസ് ചെയ്തിട്ട് ഇങ്ങനൊരു പേജ് ഓപ്പൺ ആവും. അപ്പോൾ ഞാൻ ടീച്ചർ എന്നുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായതുകൊണ്ടാണ് എനിക്ക് ടീച്ചേഴ്സിൻ്റെ പ്ലാൻ ഓപ്പൺ ആയത്. അപ്പോൾ നമ്മളിതിൽ ടീച്ചർ പ്രോയാണ് ചൂസ് ചെയ്യുന്നത്. ആൻഡ് ഇപ്പോൾ നമ്മൾ 1 ടൈം പേയ്മെൻ്റാണ് ചെയ്തേക്കുന്നത്, ചൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ കൺഫേം പ്ലാൻ കൊടുക്കുക. അപ്പോൾ നമുക്ക് റേസർ പേൻ്റെ പേയ്മെൻറ്റ് ഗേറ്റ് വേ ഓപ്പൺ ആയി. സോ ഞാൻ ഇതിൽ കാർഡാണ് ചൂസ് ചെയ്യുന്നത്. കാർഡിലിപ്പം നിങ്ങൾക്ക് ഞാൻ ഈ യൂസ് ചെയ്യുന്ന ഇത് സെയിം നമ്പർ ആൻഡ് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രോ പ്ലാന് ആക്റ്റീവ് ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ ടെസ്റ്റ് മോഡിലാണ് കിടക്കുന്നത്. ഒരു എന്താ പറയുക, ഇപ്പം റിയൽ ആയിട്ടുള്ള മണിയൊന്നും അക്കൗണ്ടിൽ നിന്ന് പോകുന്നതല്ല. ഓക്കെ, ജസ്റ്റ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഇതേ ഡീറ്റെയിൽസ് വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ പ്രോ പ്ലാൻ ആക്റ്റീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ കാർഡ് നമ്പർ കൊടുക്കുകയാണ്. ഇപ്പോൾ CVV വരുന്നതെന്ന് വെച്ചാൽ 1 2 3 ആണ് കേട്ടോ. ഈ ലെറ്റർ കൊടുക്കാം. ഞാൻ സെൻഡിങ് OTP. ഈ സെൻഡിങ് OTPയിൽ നമുക്ക് 1 2 3 4 എന്ന് മാത്രം അടിച്ചു കൊടുത്താൽ മതി. ആൻഡ് കണ്ടിന്യൂ. ഓക്കെ, ഇപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് നടന്നു. നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ പ്ലാൻ ആക്റ്റീവ് ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഇവിടെ പ്ലാൻ ആൻഡ് യൂസേജ് എന്നുള്ളതിൽ വന്നാൽ കറണ്ട് പ്ലാൻ ഏതാണെന്ന് കാണിക്കാം.
ടീച്ചർ പ്രോ ആണ് കറണ്ട് പ്ലാൻ, ആക്റ്റീവ് ആണ്. ആൻഡ് ജൂൺ 12th വരെ ഇത് ആക്റ്റീവ് ആയിരിക്കും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ എന്തൊക്കെയുള്ളതെന്ന് പരിചയപ്പെടാം. ഇപ്പോൾ ഡാഷ്ബോർഡിലോട്ട് വന്നു. ഡാഷ്ബോർഡിൽ ഇവിടെ എത്ര അസസ്മെൻറ്റ്സ് നമ്മൾ നടത്തിയിട്ടുണ്ട്, എത്ര ആക്റ്റീവ് സ്റ്റുഡൻസ് നമുക്കുണ്ട്, ആൻഡ് ആവറേജ് ക്ലാസ് സ്കോർ, ഇത് മൂന്നും നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമുക്ക് എക്സാംസ് ക്രിയേറ്റ് ചെയ്യാൻ 4 ഓപ്ഷൻസ് ആണ് നിലവിൽ ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഒന്ന് ക്രിയേറ്റ് മാനുവലി, ആൻഡ് സെക്കൻഡ് അപ്ലോഡ് ഫയൽസ്, തേർഡ് ജനറേറ്റ് വിത്ത് AI, ആൻഡ് ഫോർത്ത് ക്രിയേറ്റ് ഫ്രം ക്വസ്റ്റ്യൻ പേപ്പർ. അതായത് ക്രിയേറ്റ് മാനുവലി ഇപ്പം നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിൽ പ്രത്യേകിച്ചൊന്നുമില്ല. ലൈക്ക് ഇപ്പം ഈ നെയിം നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതായത് ഇപ്പോൾ AI ജനറേറ്റഡ് ടെസ്റ്റ് എന്നുള്ളത് നമുക്ക് മാറ്റിയിട്ട് ഇപ്പം മാത്സിന് എക്സാമാണ്, മാത്സിന് കൊടുക്കാം. അല്ലെങ്കിൽ ഇപ്പം ഫിസിക്സ് എന്ന് കൊടുക്കാം. ആൻഡ് എനിക്ക് MCQ ആണ്. ആൻഡ് ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യാം. ആൻഡ് ഓപ്ഷൻസും നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, ഈ ഗ്രീൻ ടിക്കറ്റ് ഒക്കെ അതാണ് കറക്റ്റ് ആൻസർ എന്നുള്ളതാണ്. സോ അത് നിങ്ങൾക്ക് ഇപ്പോൾ മാറ്റിയിട്ട് ഓപ്ഷൻ ബി ആണ് നിങ്ങൾ കൊടുക്കുന്നത് കറക്റ്റ്, അത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാം. അതേ കൊടുത്തു 1 വേർഡ് ആൻഡ് മൾട്ടി റെസ്പോൺസ്, ഡിസ്ക്രിപ്റ്റീവ്, ഇങ്ങനെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് തന്നെ മാനുവലി ചെയ്യാം. ഇത് ഡിസ്ക്രിപ്റ്റീവ് വരുമ്പോൾ നമുക്ക് ഹാൻഡ് റിട്ടൺ നോട്ട്സ് അല്ലെങ്കിൽ ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള ആൻസർ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് എക്സാമിൻ്റെ മോഡിലോട്ട് മാറുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ജസ്റ്റ് ബാഗ് അടിക്കുകയാണ്. ആൻഡ് അടുത്തത് അപ്ലോഡ് ഫയൽസ് എന്നുള്ളതാണ്. ഇതിലിപ്പോൾ ഏത് സബ്ജക്റ്റ് എന്നുള്ളത് നിങ്ങൾ ചൂസ് ചെയ്യുക. ആൻഡ് ലാംഗ്വേജിൽ ഇംഗ്ലീഷ് മാത്രമേ ഇപ്പോൾ സപ്പോർട്ട് ആവൂ, മറ്റ് ഒരു ലാംഗ്വേജസും ഇപ്പോൾ സപ്പോർട്ടിംഗ് അല്ല, അതെല്ലാം അണ്ടർ ഡെവലപ്മെൻറ്റിലാണ് ഉള്ളത്. സോ ഇപ്പോൾ ഞാൻ സയൻസ് ആണ് ഇതിൽ ചൂസ് ചെയ്തത്. സയൻസിൽ ഫിസിക്സ് എടുത്തു. സോ കണ്ടിന്യൂ എടുത്തു. ഇതിലിപ്പം നിങ്ങൾക്ക് ഒരു ഇൻ്റർഫേസ് വേണം അല്ലേ? ഇപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ആണ് ഓട്ടോമാറ്റിക്കായിട്ട് ചൂസ് ആയി കിടക്കുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് നമ്മുടെ ഫയൽ ഡ്രോപ്പ് ചെയ്യാനുള്ളൊരു എന്തുണ്ട്, ഓപ്ഷൻ ഉണ്ട്. സോ ഫയൽ ഡ്രോപ്പ് ചെയ്യാനുള്ളത് എടുത്തു. ക്ലാസ് 9th ഫിസിക്സിൽ നമ്മളിപ്പം സൗണ്ട്സ് എന്നുള്ള PDF ആണ് ഞാൻ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, അതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേജിൻ്റെ ലിമിറ്റ് സെറ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ ഫുൾ PDF കണ്ടന്റ് നിങ്ങൾക്ക് വേണ്ട. ഫോർ എക്സാമ്പിൾ ഇപ്പം എനിക്ക് 7th പേജ് തൊട്ട് ഒരു 12th പേജ് വരെ മതി. ഓക്കെ, ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തു. ആൻഡ് ബാക്കി ഇനി നമുക്ക് ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വേണമെന്നാണ് അടുത്ത് ചൂസ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഇതിൽ സെലക്ട് ആയി കിടക്കുന്ന മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാം ഏത് ടൈപ്പ് ഓഫ് ഹാർഡ്നെസ് നിങ്ങളുടെ ക്വസ്റ്റ്യന് വേണം എന്നുള്ളത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതായത് ഈസി വേണോ, മീഡിയം വേണോ, ഹാർഡ് വേണോ എന്നുള്ളത്. സോ ഞാൻ ഇതിലിപ്പം 2 ഹാർഡ് ക്വസ്റ്റ്യൻ, 2 മീഡിയം ക്വസ്റ്റ്യൻ, ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ് മൾട്ടിപ്പിൾ ചോയ്സിൽ എന്ത് ചെയ്യുന്നത്, ചൂസ് ചെയ്യുന്നത്. അതിൽ ഇവിടെ നിങ്ങൾക്കാണെങ്കിൽ അതായത് ഈ ഒരു കോളത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്പെസിഫിക് ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ അതിവിടെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അന്നേരം അതനുസരിച്ച് ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ വെയിറ്റേജ് കൂടുതലൊരു പോർഷൻ ഉണ്ടെങ്കിൽ ആ ഒരു പോർഷൻ ഒന്ന് പറഞ്ഞു കൊടുത്താൽ അത് ചെയ്തു തരും. ഓക്കെ, ഇനി അടുത്ത് എനിക്ക് 1 വേർഡ് ഞാൻ ചൂസ് ചെയ്തു. 1 വേർഡിൽ എനിക്കിപ്പം ഒരു മീഡിയം ക്വസ്റ്റ്യനും ഒരു ഹാർഡ് ക്വസ്റ്റ്യനും മാത്രം മതി. ആൻഡ് അടുത്തത് മൾട്ടിപ്പിൾ സെലക്ഷൻ ഞാനിപ്പോൾ ചെയ്യുന്നില്ല. മൾട്ടിപ്പിൾ സെലക്ഷൻ ഇതേക്കൂട്ട് സെയിം ആണ്. ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് വരുമ്പോഴും ഞാൻ 2 ഹാർഡ് ക്വസ്റ്റ്യനും ഒരു ഈസി ക്വസ്റ്റ്യനുമാണ് സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നേരത്തെ കൂട്ടാൻ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെസിഫിക് ടോപ്പിക്കിന് വേണമെങ്കിൽ അതിവിടെ മെൻഷൻ ചെയ്യാവുന്നതാണ്. സോ ഇനി ഇത് നമുക്ക് ജനറേറ്റ് ചെയ്യാം. അപ്പം ഡിസ്ക്രിപ്റ്റീവിൻ്റെ ക്വസ്റ്റ്യൻസ് ആ ഒരു 3 ക്വസ്റ്റ്യൻസാണ് ഇപ്പം ജനറേറ്റ് ആവുന്നത്. ജസ്റ്റ് കുറച്ചൊരു ടൈം. ഓക്കെ, അപ്പം ജനറേറ്റ് ആയിട്ടുണ്ട് ഡിസ്ക്രിപ്റ്റീവ് പോർഷൻ. ഇനി അടുത്തത് 1 വേർഡ് നമുക്ക് ജനറേറ്റ് ചെയ്യാം. സോ 1 വേർഡ് ക്ലിക്ക് ചെയ്യുക. അതിന് ഇവിടെ ജനറേറ്റ് 1 വേർഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ചെയ്യാം. അതിന് മുന്നേ നമ്മൾ ഏതൊക്കെ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എത്ര എണ്ണം വേണ്ടതാണെന്ന് നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ജനറേറ്റ് ആയത് ഇവിടെ തന്നെ ഉണ്ടോ, ഗ്രീൻ കളറിൽ നമുക്ക് കാണിക്കും. സോ ഇനി അടുത്ത മൾട്ടിപ്പിൾ ചോയ്സും കൂടെ ജനറേറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ മൾട്ടിപ്പിൾ ചോയ്സിൽ നമ്മൾ ഓൾറെഡി ഓരോ
ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ഏതൊക്കെ എത്രണ്ണം വേണമെന്ന് നമ്മൾ ഓൾറെഡി ചൂസ് ചെയ്തിട്ടുണ്ട്. ആൻഡ് എനിക്ക് പ്രത്യേകിച്ച് ഒരു വെയിറ്റേജ് വേണ്ടാത്തതുകൊണ്ട് ഞാനത് ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. സോ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, മൾട്ടിപ്പിൾ ചോയ്സ് ജനറേറ്റ് ചെയ്യാനുള്ളത് കൊടുക്കുന്നു. സോ എല്ലാം ജനറേറ്റ് ആയിട്ടുണ്ട്. ജനറേറ്റ് ആവുന്ന ഓരോ സെക്ഷനിലെയും ക്വസ്റ്റ്യൻസ് ഇങ്ങനെ കാണും, നിങ്ങൾക്കത് വെരിഫൈ ചെയ്യാം. ആൻഡ് അടുത്തത് റിവ്യൂ ആൻഡ് ഡിപ്ലോയ് ആണ്. സോ ഇങ്ങനെ ഒരു പോപ്പപ്പ് വരും, അതായത് എഡിറ്റിംഗ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർത്തിട്ട് അടുത്തതിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. സോ എനിക്കിതിൽ എഡിറ്റ് ചെയ്യാനൊന്നുമില്ല, സോ ഞാൻ കണ്ടിന്യൂ കൊടുത്ത് കണ്ടില്ല. ഇപ്പം അസസ്മെൻറ്റ് ടൈറ്റിൽ ഞാൻ ഇപ്പം ഇത് മാറ്റിയിട്ട് ഫിസിക്സ് എക്സാമിനേഷൻ എന്നാക്കി. ഇതേക്കൂട്ട് നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണെന്ന് വെച്ചാൽ അങ്ങനെ മാറ്റാം. ആൻഡ് ഇവിടെ ടൈം ഡ്യൂറേഷൻ കൊടുത്തിട്ടുണ്ട്, ഇത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ എനിക്കിതൊരു 45 മിനിറ്റ്സ് മതി ഈ ഒരു എക്സാം കംപ്ലീറ്റ് ചെയ്യാൻ. സോ ഞാനൊരു 45 മിനിറ്റ്സിലോട്ടാക്കി. ഇത് നിങ്ങൾക്ക് മാനുവലിയും ടൈപ്പ് ചെയ്യാം. ഓക്കെ. ആൻഡ് ഇപ്പം നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ കാണാം. ക്വസ്റ്റ്യൻ ഉണ്ട്, ഇവിടെ നമ്മുടെ എന്താണ് എക്സ്പെക്റ്റഡ് ആൻസർ, കറക്റ്റ് ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻ കേസ് ഇപ്പം ഇത് ചൂസ് ചെയ്തേക്കുന്ന ആൻസർ കറക്റ്റ് അല്ല നിങ്ങൾക്ക് തോന്നിയാൽ എന്ത് ചെയ്യാം, നിങ്ങൾക്കത് മാറ്റി കൊടുക്കാം. അതായത് വേണ്ടേ, ഇപ്പം വാക്യൂമായിരുന്നു അത് റെക്കമെൻഡ് ചെയ്തത്, പക്ഷെ വാക്യൂമല്ല, വാട്ടറാണ് അവിടെ കറക്റ്റ് നിങ്ങൾക്ക് തോന്നിയാൽ അത് മാറ്റി കൊടുക്കാം. ഓക്കെ. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഡയഗ്രാം ആഡ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിപ്പം ഡയഗ്രാം ആഡ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡയഗ്രാം ഇവിടെ ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാനും പറ്റും. ഓക്കെ. ആൻഡ് ഇനിയിപ്പം ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസിലോട്ടാണ് വരുന്നത്. അപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ഡയഗ്രാം ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതേ കൂട്ട് ഇവിടെ എന്താണ് ആൻസർ വേണ്ടതെന്ന് ഒരു എക്സ്പെക്റ്റഡ് ആൻസറും ഇത് തന്നിട്ടുണ്ട്. ആൻഡ് അതല്ല, അതിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ട്, നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ എന്തെങ്കിലും പോയിന്റ്സ് അതിൽ വരണമെന്നുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ ആഡ് റെഫറൻസ് ആൻസർ എന്നുള്ള ഓപ്ഷൻ, അതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഫയൽ അപ്ലോഡ് ചെയ്യാനുള്ളതാണ്. അതായത് ഇപ്പോൾ ഒരു പേജോ എന്തെങ്കിലും ആണെങ്കിൽ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അതല്ല ഒരു ടെക്സ്റ്റ് സാധനമാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോപ്പി പേസ്റ്റ് ചെയ്തും കൊടുക്കാം. സോ ഇവിടെ കണ്ടോ ഹലോ ഹാൻഡ് റൈറ്റിംഗ് സ്കാൻ, അപ്പോൾ അത് ഞാൻ അലോ ചെയ്തു. ആൻഡ് അടുത്ത അങ്ങനെ വരുമ്പം കണ്ടല്ലോ ക്വസ്റ്റ്യന് ഡയഗ്രാം ആഡ് ചെയ്യാനുള്ളത്, റെഫറൻസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആൻഡ് ഇതാണ് എക്സ്പെക്റ്റഡ് ആൻസർ. ഇത് പോരാ, ഇതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് അത് മാറ്റിയിട്ട് റെഫറൻസ് ആൻസർ കൊടുക്കാം. അപ്പോൾ അത് അതനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുക, വാല്യൂ ചെയ്യാം. ഇവിടെ നമ്മൾ എന്താണ് അലോ ഹാൻഡ് റിട്ടൺ സ്കാൻ കൊടുക്കുക, ഹാൻഡ് റൈറ്റിംഗ് സ്കാൻ അലോ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ലോ ഇപ്പം ഇത്രയാണ് വരുന്നത്. ഇവിടെ ലാസ്റ്റ് ഒരു ഓപ്ഷൻ, അതായത് നേരത്തെ പേജിൽ നിന്ന് നമ്മൾ വന്നു, ഇനി ബാക്കോട്ട് പോയാൽ ഇത് ഫുള്ളി പോകും. സോ നമ്മൾ എന്ത് ചെയ്യാം, ഇവിടെ ഇനി ഏതെങ്കിലും ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇനി ഒരെണ്ണം കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ MCQ ആണോ, വൺ വേർഡ് ആണോ, മൾട്ടിപ്പിൾ റെസ്പോൺസ് ആണോ, ഡിസ്ക്രിപ്റ്റീവ് ആണോ, ഇത് ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഈ 4 ഓപ്ഷൻസ് നിങ്ങൾ മാനുവലി ആയിരിക്കും ക്വസ്റ്റ്യൻസും ആൻഡ് ഓപ്ഷൻസ് ആഡ് ചെയ്യുക. അതല്ല AI ക്രിയേറ്റ് ആണെങ്കിൽ ഇവിടെ AI ക്രിയേറ്റ് കൊടുക്കുക, മൾട്ടി സെലക്ട് ഡിസ്ക്രിപ്റ്റീവ് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അത് കൊടുക്കുക. ഞാൻ ഇപ്പം നേരത്തെ മൾട്ടി സെലക്ട് ചെയ്തിട്ട്, സോ എനിക്കൊരു മൾട്ടി സെലക്റ്റിൻ്റെ ക്വസ്റ്റ്യൻ വേണം, ഞാൻ അത് സെലക്ട് ചെയ്തു. ആൻഡ് എൻ്റെ ഡിഫിക്കൽറ്റി എനിക്ക് മീഡിയം മതി. ആൻഡ് എന്താ നിങ്ങൾക്ക് ഏത് എന്താ പറയുക, അപ്പം പോർഷനിൽ നിന്നാണോ വേണ്ട ആ ഒരു പോർഷനും കൂടെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജനറേറ്റ് ആൻഡ് ആഡ് കൊടുത്താൽ മതി, അത് ആഡ് ആയിക്കോളും ഓട്ടോമാറ്റിക്കാണ്. സോ നിങ്ങൾക്ക് അത് കഴിഞ്ഞിട്ട് അത് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാം. സോ ഞാൻ ഇപ്പോൾ ഇത് തൽക്കാലം ക്ലോസ് ചെയ്യുകയാണ്, എനിക്ക് എൻ്റെ ആവശ്യമില്ലാത്തത്. ഓക്കെ. സോ ഇപ്പം കണ്ടല്ലോ, ഇതിൽ ഇനി എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അതേ കൂട്ട് തന്നെ ഇവിടെ വേണ്ട മാർക്ക് മാനുവലി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചേഞ്ചസ് വരുത്താം. ഇപ്പം ഇത് ഒരു മാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു മാർക്ക് അല്ലെങ്കിൽ 2 മാർക്ക്, അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഡിസ്ക്രിപ്റ്റീവ് വരുമ്പോൾ ഒരു 5 മാർക്കാണ് സെറ്റ് ചെയ്തേക്കുന്നത്. എനിക്ക് ഈ ക്വസ്റ്റ്യന് 5 മാർക്ക് കൊടുക്കണ്ട, 4 മാർക്ക് കൊടുത്താൽ മതി. ഞാൻ അന്നേരം അത് എന്ത് ചെയ്ത് 4 മാർക്കിലോട്ടാക്കി. ആൻഡ് ഈ ക്വസ്റ്റ്യൻ 5 മാർക്ക് പോരാ, ഇതൊരു 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. സോ ഞാൻ എന്ത് ചെയ്തു, ഇത് 8 മാർക്കാക്കി കൊടുത്തു. ഇല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ടൈപ്പും ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം പിന്നെ ഇതിൽ ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടെന്ന് തോന്നിയാൽ ഇവിടെ ഡിലീറ്റ് ചെയ്യാം. അതേപോലെ ഓപ്ഷൻസിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതും ഡിലീറ്റ് ചെയ്യാവുന്ന ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് പോകുന്നത് നമ്മൾ പ്രോക്ടറിംഗ് സെറ്റപ്പിലോട്ടാണ്. ഓക്കെ. ഇനി നമുക്ക് വേറെ എഡിറ്റിംഗ് ഒന്നും നടക്കത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പോപ്പ് വന്നത്. സോ എല്ലാം കെയർഫുള്ളി വായിച്ചിട്ട് മാത്രം ബാക്കി ചെയ്യാം. സോ ഞാൻ കണ്ടിന്യൂ എടുത്തു. അപ്പോൾ പ്രോക്ടർ സെറ്റിങ്ങിലോട്ടാണ് നമ്മൾ വന്നേക്കുന്നത്. അപ്പോൾ ആക്റ്റീവ് AI പ്രോക്ടറിംഗ് വേണോ വേണ്ടതെന്ന് ഇവിടെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. എനിക്ക് ആക്റ്റീവായിട്ടൊരു AI പ്രോക്ടറിംഗ് വേണം, സോ ഞാൻ അത് സെലക്ട് ചെയ്തു. ആൻഡ് അതിൽ 2 ഓപ്ഷൻസാണ് നിങ്ങൾക്ക് കിട്ടുക, ടാബ് ചേഞ്ച് മാത്രമാണോ വോൾട്ട് ആണോ എന്നുള്ളത്. അപ്പം എനിക്ക് ഫുള്ള് വേണം, അതായത് ലൈവ് ഒബ്ജക്റ്റ് ഡിറ്റക്ഷൻ വേണം, കോപ്പി പേസ്റ്റ് ബ്ലോക്ക് ആയിരിക്കണം, പിന്നെ ടാബ് സ്വിച്ചിങ്ങും ഇൻക്ലൂഡഡ് ആയിരിക്കണം.
ഒള്ളി ടാപ്പ് ചേഞ്ച് വരുമ്പോൾ അത് മാത്രമേ പറ്റൂ. ബാക്കി ഒബ്ജക്റ്റ് ഡിറ്റക്ഷനോ ക്യാമറ ഇതോ ഒന്നും വർക്കിംഗ് ആയിരിക്കില്ല. ആൻഡ് ഇത് ഇപ്പം നമ്മൾ സെലക്ട് ചെയ്ത വോൾട്ട് എന്നുള്ള സെലക്ട് ചെയ്തത് മൊബൈൽ ഫോൺസിലാണെങ്കിൽ ഒരിക്കലും നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം എന്തെന്ന് വെച്ചാൽ മൊബൈലാകുമ്പോൾ ഫോൺ സംഭവം ഷെയ്ക്ക് ആവും, പിന്നെ എപ്പോഴും ഒരു ആംഗിളിൽ പിടിച്ചെഴുതാനും പറ്റില്ല. സോ അതുകൊണ്ടാണ് നമ്മളത് റെക്കമെൻഡ് ചെയ്യാത്തത്. ഓക്കെ. ആൻഡ് അടുത്തത് വരുന്നത് ഇവാലുവേഷൻ എങ്ങനെ വേണം ചൂസ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻ. സോ അതിൽ വരുമ്പോൾ മാനുവൽ ഗ്രേഡിംഗ് ഉണ്ട്, അസിസ്റ്റഡ് ഗ്രേഡിംഗ് ഉണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. സോ ഞാനിപ്പം അസിസ്റ്റഡ് ഗ്രേഡിങ്ങിലോട്ട് കൊടുത്തു ആൻഡ് കൺഫേം ആൻഡ് ഡിപ്ലോയ് കൊടുത്തു. സോ നമുക്ക് അന്നേരം ഇങ്ങനെ ഒരു പോപ്പപ്പ് വരും. ഇതെല്ലാം നിങ്ങൾ വായിച്ചു നോക്കുക. ആൻഡ് നമ്മൾ കൺസേൺ കൊടുത്തു, ഡിപ്ലോയ് എക്സാം കൊടുത്തു. അപ്പോൾ നിങ്ങൾക്കൊരു എന്ത് കിട്ടി? ലിങ്ക് കിട്ടി. ഈ ലിങ്ക് കോപ്പി ചെയ്യുക ആൻഡ് നിങ്ങൾക്ക് ആരെ കൊണ്ടാണോ ഈ എക്സാം അറ്റൻഡ് ചെയ്യുന്നത് അവർക്ക് ഈ എക്സാമിൻ്റെ ലിങ്ക് അയച്ചു കൊടുക്കുക. സോ അവർക്ക് ഈ ലിങ്ക് വഴി ജോയിൻ ചെയ്ത് എക്സാം എഴുതാൻ പറ്റും. അപ്പം നമ്മൾ എന്ത് ചെയ്തു? എക്സാമിൻ്റെ ഉള്ള ക്വസ്റ്റ്യൻസ് ജനറേറ്റ് ചെയ്തു ആൻഡ് സ്റ്റുഡൻറ്റിന് അയച്ചു കൊടുക്കാനുള്ള ലിങ്ക് നമ്മൾ കോപ്പി ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ആ സ്റ്റുഡൻറ്റ് എങ്ങനെ എക്സാം എഴുതുന്നത് നമുക്ക് നോക്കാം. നമ്മൾ ക്രോം ഓപ്പൺ ആക്കി നമ്മുടെ ലിങ്ക് പേസ്റ്റ് ചെയ്തു, എൻ്റർ ചെയ്തു. സോ എൻ്റർ ചെയ്യുമ്പോൾ നമുക്കൊരു പേജ് ലോഡാവും. ഞാൻ കണ്ടിന്യൂ എടുത്തു. ഇതിൽ നമ്മുടെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, റോൾ നമ്പർ കൊടുക്കാം. ഞാൻ നെയിം കൊടുത്തു ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുകയാണ്. ആൻഡ് നമ്മൾ എന്ത് ചെയ്യുന്നു? റോൾ നമ്പർ കൊടുക്കുന്നു. ഓക്കെ. കണ്ടിന്യൂ പ്രോപ്പർ സെറ്റപ്പ് കൊടുത്തു. അതിന് മുമ്പേ നമ്മുടെ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ ഇതിനുള്ള ഇൻസ്ട്രക്ഷൻസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. അത് വായിച്ചു നോക്കാം കേട്ടോ സ്റ്റുഡൻറ്റിന്. ആൻഡ് ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും സ്റ്റാർട്ട് അസസ്മെൻറ്റ് കൊടുക്കുക. ഇതിലിപ്പോൾ നമ്മൾ ജനറേറ്റ് ചെയ്ത് കൊടുത്ത ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ സ്റ്റുഡൻറ്റ് എന്ത് ചെയ്യാം? എക്സാം അറ്റൻഡ് ചെയ്യാം. അപ്പോൾ നമ്മളിതിൻ്റെ ഓരോ ആൻസേഴ്സ് ചെയ്തു പോകണം കേട്ടോ. ഇപ്പോൾ നമ്മൾ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞു. അതിൻ്റെ അടുത്തത് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞു. അടുത്ത് നമ്മൾ വൺ വേർഡിലോട്ട് വന്നു. അപ്പോൾ ഇതിൽ ഞാൻ ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള ആൻസർ അപ്ലോഡ് ചെയ്യുന്ന ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു സ്കാൻ ഓപ്ഷൻ വന്നത്. സോ ബട്ട് ഇവിടെ ഇപ്പം വൺ വേർഡാണ് വരുന്നത്. സോ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. എന്ത് ചെയ്തു? ജസ്റ്റ് ടൈപ്പ് ചെയ്തു കൊടുത്തു നമ്മുടെ ആൻസർ. അതിന് അടുത്തത് വരുമ്പോൾ ഇതേ കൂട്ട് തന്നെ ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണ്. അതും ഇതേ കൂട്ട് നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഹാൻഡ് റിട്ടൺ ഓപ്ഷൻ, അതായത് ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള ആൻസർ അപ്ലോഡ് ചെയ്യുന്ന ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്തിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് നമ്മൾ എന്ത് ഡിപ്ലോയ് ചെയ്യുന്നതിന് മുമ്പ് എനേബിൾ ചെയ്യേണ്ടതായിരുന്നു. അതിൻ്റെ അടുത്ത് നമ്മളിപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ വന്നപ്പോൾ ഇത് മാനുവലി ടൈപ്പ് ചെയ്യാൻ എനിക്ക് പറ്റുന്നില്ല. സോ ഞാൻ എന്ത് ചെയ്തു? ഞാനൊരു ആൻസർ എഴുതി. നമ്മൾ നോർമലി പെൻ ആൻഡ് പേപ്പർ എക്സാം നടത്തുമ്പോൾ എഴുതുന്ന കൂട്ട് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു സ്കാൻ ഹാൻഡ് റൈറ്റിംഗ് എന്നുള്ള സംഭവം ചൂസ് ചെയ്താൽ നമുക്കൊരു QR കോഡ് ഓപ്പൺ ആയി വരും. ആൻഡ് ഇത് ഒരു 90 സെക്കൻഡ് ലിമിറ്റിലാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടേക്കുന്നത്. സോ ഈ ഒരു ടൈം ഇൻ്റർവെല്ലിന് ഇടയ്ക്ക് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ എഴുതിയ ആ ഒരു ആൻസർ ഷീറ്റ് ഫോട്ടോ എടുത്ത് അപ്ലോഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഫോണിൽ സ്കാനറിൻ്റെ ഓപ്ഷൻ കാണും. ആ സ്കാനർ എടുക്കുക ആൻഡ് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ QR കോഡ് സ്കാൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വെബ്സൈറ്റിലോട്ട് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. ഇതെല്ലാം ഫോണിലാണ് ചെയ്യുന്നത്. ടേക്ക് ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. നമ്മുടെ പെർമിഷൻ ഗ്രാൻറ്റ് ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യുക? ആ ഒരു ആൻസർ ഷീറ്റിൻ്റെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഞാൻ ഫോട്ടോ ക്ലിക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിൽ ക്രോപ്പ് ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യാനുള്ള ഓപ്ഷൻസ് അതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ചെയ്യാം. ആൻഡ് യൂസ് ദിസ് ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. സബ്മിറ്റ് കൊടുക്കുക. സോ ഇത് അപ്ലോഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ
അപ്ലോഡ് ആകുമ്പോൾ ഇവിടെ അപ്ലോഡ് എന്നുള്ള ആൻസർ ഒരു എന്താണ് പോപ്പ് വരും. അതല്ല നിങ്ങൾക്ക് അത് പോരാ, ഒന്നുകൂടെ റീസ്കാൻ ചെയ്യണമെങ്കിൽ ഇവിടെ റീസ്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ട് നിങ്ങൾക്ക് റീസ്കാൻ ചെയ്ത് ആ ഒരു ആൻസർ ഷീറ്റ് അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ആൻസർ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ. ആൻഡ് സെക്കൻഡ് വരുമ്പോൾ ഇതെന്തായാലും നമുക്ക് ടൈപ്പ് ചെയ്യുന്ന കുറച്ച് പാടായിരിക്കും. സോ ഹാൻഡ് റിട്ടൺ ആയിരുന്നു വേണ്ടുന്നത്, ഞാൻ അത് എന്ത് ചെയ്യാൻ എനേബിൾ ചെയ്യാൻ മറന്നുപോയി. ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. സോ നമ്മളൊരു എക്സാം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം കറക്റ്റ് നോക്കി വേണം ഒരു എക്സാം ക്രിയേറ്റ് ചെയ്യാൻ. ഓക്കെ. ഞാൻ ഇപ്പം ഫിനിഷ് എക്സാം കൊടുക്കണേ. ഞാൻ വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഞാൻ ഇവിടെ ഇപ്പം ഒരു ഹാൻഡ് റിട്ടൺ വേറൊരു ക്വസ്റ്റ്യൻ്റെ എഴുതിയത് ഞാൻ അപ്ലോഡ് ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ ആൻസർ വരുമ്പം എങ്ങനെയാണ് എൻ്റെ ഫീഡ്ബാക്ക് തരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. സോ നമ്മൾ എഗെയിൻ അതിൻ്റെ പർട്ടിക്കുലർ ആയിട്ടുള്ള ആ ഒരു QR സ്കാൻ ചെയ്തു. നമ്മൾ നേരത്തെ ചെയ്ത സെയിം സ്റ്റെപ്സ് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത് കേട്ടോ. അതായത് ടേക്ക് ഫോട്ടോ എടുത്ത് ഓപ്ഷൻ ചൂസ് ചെയ്യുന്നു, നമ്മൾ ഫോട്ടോ ക്യാപ്ചർ ചെയ്യുന്നു. എൻ്റെ ആ ഫോട്ടോ റെഡി ആയില്ല, നമ്മളൊന്നും കൂടെ ക്യാപ്ചർ ചെയ്യാണ്. ഓക്കെ, ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് ക്രോപ്പ് ചെയ്യണം, അത് ക്രോപ്പ് ചെയ്തു യൂസ് ദിസ് ഫോട്ടോ എന്നുള്ള ഓപ്ഷൻ കൊടുത്തു ആൻഡ് സബ്മിറ്റ് ചെയ്തു. അപ്പോൾ അത് അപ്ലോഡഡ് ആയിട്ടുണ്ട്. സോ ഞാൻ ഈ ടൈപ്പ് ചെയ്തത് ഞാൻ ഡിലീറ്റ് ചെയ്ത് തന്നു. ഓക്കെ, ഇനി ഫിനിഷ് എക്സാം കൊടുക്കുകയാണേ. ആൻഡ് ഇതിലൊരു കാര്യം പറയാൻ വിട്ടുപോയത്, നമ്മൾ ആ ഒരു ഫുൾ സ്ക്രീൻ മോർ ദാൻ 2 ടൈംസ് ഇതിൽ നമ്മൾ എക്സിറ്റ് ആവാൻ നോക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ആൻസർ ഷീറ്റ് സബ്മിറ്റ് ചെയ്യുകയും നമ്മൾ ഈ ഒരു പേജിൽ നിന്ന് എക്സിറ്റ് ആവുകയും ചെയ്യും. ഓക്കെ, മോർ ദാൻ 2 ടൈംസ് അതുകൊണ്ട് എക്സിറ്റ് ആവാൻ പാടില്ല. ഓക്കെ, നമ്മളിപ്പം എക്സാം കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ ഡാഷ്ബോർഡിൽ പോയി നോക്കാവേ. ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ സെക്കൻഡ്സിനുള്ളിലാണ് നമ്മുടെ ഫുൾ ഡീറ്റെയിൽസിലോട്ട് അപ്ഡേറ്റ് അയക്കുന്നത്. അതായത് ആവറേജ് സ്കോർ, ഞാൻ ഒരു മൂന്നാമത്തെ തവണയാണ് ഇതിപ്പോൾ സക്സസ് ആയത്. അതാണ് 3 സ്റ്റുഡൻസ് എന്ന് കാണിക്കുന്നത്. ഓക്കെ, ഞാൻ ഇവിടെ ഇപ്പോൾ ലിങ്ക് ആക്റ്റീവാണ്, ഞാൻ അത് ഇവിടെ ഡീആക്ടിവേറ്റ് ആക്കുക. ഇനി ആർക്കും ആ ഒരു ലിങ്ക് വെച്ചിട്ട് എഴുതാൻ പറ്റത്തില്ല. എനിക്കിനി പേപ്പർ വാല്യൂ ചെയ്യണം. ഇത് ഓൾറെഡി വാല്യൂ ചെയ്തിട്ടുണ്ട് നമ്മുടെ സെക്കൻഡ്സിനുള്ളിലാണ് ഇത് വാല്യൂ ചെയ്തേക്കുന്നത്. നമുക്കന്നേരം ഇവിടെ ആണെങ്കിൽ നമുക്ക് റിസൾട്ട് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതല്ല ഈ വാല്യൂഷൻ ചെയ്തതിൽ ഒന്നും കൂടെ വാല്യൂ ചെയ്യണമെങ്കിൽ ട്രിഗർ AI വാല്യൂഷൻ കൊടുത്താൽ അതൊന്നും കൂടെ എന്താണ് റീ ഇവാലുവേറ്റ് ചെയ്യും ആ ഒരു പേപ്പർ. നമ്മളിപ്പം റിവ്യൂ ചെയ്യാൻ പോവാം. റിവ്യൂ ചെയ്യാൻ പോകുമ്പോൾ സെലക്റ്റഡ് ആൻസർ കറക്റ്റ് ആയിരുന്നു. സോ ഇവിടെ കറക്റ്റ് എന്ന് കാണിച്ചിട്ടുണ്ട്. ആൻഡ് തേർഡ് ക്വസ്റ്റ്യൻ വന്നപ്പോൾ ഞാൻ ചൂസ് ചെയ്തത് ഇൻകറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അതായത് സ്റ്റുഡൻറ്റ് ചോയ്സ് കാണിക്കുന്നുണ്ട്, അത് ഇൻകറക്റ്റ് ആണ്. സോ കറക്റ്റ് ക്വസ്റ്റ്യൻ ഏതാണെന്നും ആൻസർ ഏതാണെന്നും അത് കാണിക്കുന്നു. സോറി ഫോർ ദ മിസ്റ്റേക്ക്. അപ്പം നമുക്ക് ബാക്കി നോക്കാം. സെയിം ഫിഫ്ത്ത് ക്വസ്റ്റ്യനിൽ ഞാൻ ചൂസ് ചെയ്ത ഇൻകറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ്. സോ അത് അവിടെ കാണിക്കുന്നുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഒരു 1 വേർഡിൽ നമ്മൾ ലാസ്റ്റ് ആ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുത്തത് നമുക്ക് നോക്കാം. സോ ഇത് പറയുന്നുണ്ട് റെഫറൻസ് ആൻസർ മീഡിയ ആണ്, പക്ഷെ ഞാൻ അപ്ലോഡ് ചെയ്ത് കൊടുത്തത് അതോടൊരു ബന്ധമില്ലാത്ത സാധനം. കണ്ടില്ലേ, ദ ആൻസർ പ്രൊവൈഡ് ഡീറ്റെയിൽസ് എ കാൽക്കുലേഷൻ ഫോർ ഡിസ്റ്റൻസ് സ്പീഡ് ആൻഡ് ടൈം. അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആൻസറാണ് ഞാൻ അത് അപ്ലോഡ് ചെയ്ത് കൊടുത്തത്. സോ എനിക്ക് മാർക്ക് കിട്ടില്ല. അതുകൊണ്ടാണ് ഇത് ചെയ്ത് മാർക്ക് 0 ആക്കി ഇട്ടേക്കുന്നത്. ഇനിയിപ്പം ടീച്ചറിന് ഫീഡ്ബാക്ക് അല്ല, ടീച്ചറിന് എന്തെങ്കിലും ഫീഡ്ബാക്ക് തരണമെങ്കിൽ ആ ഒരു ഫീഡ്ബാക്ക് ഇവിടെ നിങ്ങൾക്ക് മാനുവലി ടൈപ്പ് ചെയ്യാം കേട്ടോ. ആൻഡ് ഇവിടെ മാർക്ക് 0 ആണ്, കാരണം ആൻസർ തെറ്റായതുകൊണ്ട്. പിന്നെ ഇനി ഞാൻ അപ്ലോഡ് ചെയ്ത ആൻസർ കാണുമ്പോൾ എനിക്ക് ഇവിടെ വ്യൂ ഹാൻഡ് റൈറ്റിംഗ് കൊടുത്താൽ മതി. കണ്ടല്ലോ ഞാൻ അപ്ലോഡ് ചെയ്ത ആൻസർ. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ പോകുകയാണെങ്കിൽ ആൻസർ നമ്മൾ ചെയ്തിട്ടില്ല. സോ 0 മാർക്ക് തന്നെ ഇട്ടിട്ടുണ്ട്. അടുത്തത് നമ്മൾ നമ്മൾ ആ ഒരു ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള ആൻസറാണ് അപ്ലോഡ് ചെയ്ത് കൊടുത്തത്. ആൻഡ് അത് കറക്റ്റ് ആയതുകൊണ്ട് അത് മാർക്ക് തന്നിട്ടുണ്ട് കേട്ടോ. മാക്സിമം മാർക്ക് നമ്മൾ 4 മാർക്കാണ്, അത് സെറ്റ് എനിക്ക് അത്രയും മാർക്ക് കിട്ടിയിട്ടുണ്ട്.
ഇനി ഇതിൽ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ടീച്ചറിനകത്ത് ഫീഡ്ബാക്കിൽ ഉൾപ്പെടുത്താം. ഞാൻ അപ്ലോഡ് ചെയ്ത ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള ആൻസർ നിങ്ങൾക്ക് കാണിച്ചു തരാം. കേട്ടോ, ഇതാണ് ഞാൻ അപ്ലോഡ് ചെയ്ത ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള ആൻസർ. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ നമ്മൾ ക്ലോസ് റിവ്യൂ, ഇതൊരു PDF ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സോ നമ്മളിവിടെ എന്തിനാ ക്ലോസ് റിവ്യൂ കൊടുത്ത സംഭവം ക്ലോസ് ചെയ്തു. ഇതിൽ ചീറ്റ് റിസ്ക് അടുത്ത് നമ്മൾ ഈ വ്യൂ ക്വസ്റ്റ്യൻസിനുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാമെന്ന് വെച്ചാൽ ഇതിൽ കണ്ടോ, ഡൗൺലോഡ് ആൻസർ ഷീറ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്, ഡൗൺലോഡ് ക്വസ്റ്റ്യൻ പേപ്പർ എന്നുള്ള ഒരു ഓപ്ഷനും ഉണ്ട്. അപ്പം ഡൗൺലോഡ് ആൻസർ ഷീറ്റ് കൊടുത്താൽ ഈ ഒരു ക്വസ്റ്റ്യനും ആൻസറും തമ്മിലുള്ള ആ ഒരു ഷീറ്റ് നിങ്ങൾക്ക് കിട്ടും. അതല്ല ഡൗൺലോഡ് ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ ആൻസർ സെലക്റ്റഡ് അല്ലാത്ത ഒരു എങ്ങനെയാണോ നമ്മളൊരു എക്സാമിന് ഒരു പെൻ ആൻഡ് പേപ്പർ എക്സാമിന് നമ്മൾ ക്വസ്റ്റ്യൻ കൊടുക്കുന്നത് ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ കിട്ടും. ഓക്കെ, ആൻഡ് ഇത് ഡൗൺലോഡ് കൊടുത്താൽ നിങ്ങളുടെ ഇന്റർണൽ സ്റ്റോറേജ് സ്റ്റോർ ആവും, അത് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്യാം. ഇനിയിപ്പം പ്രിൻ്റ് എടുക്കണമെങ്കിൽ പ്രിൻ്റ് എടുക്കാം. സോ ബാക്ക് ടു ഡാഷ്ബോർഡ് കൊടുത്തു. ഇതിലിപ്പം ചീറ്റ് റിസ്ക് എത്ര എന്ന് കാണിക്കുന്നുണ്ട്, 0.0% ആണ്. പ്രത്യേകിച്ച് ചീറ്റ് സംഭവമൊന്നും കാണിക്കാനുണ്ടാണ്. സോ ഇതിൽ അഥവാ അങ്ങനെ എന്തെങ്കിലും കാണിച്ചാൽ ആ ഒരു പെർസെൻറ്റേജ് കാണിക്കും. അതേക്കൂട്ട് ടാപ്പ് സ്വിച്ചും 0 ആണ്, അതും ടാപ്പ് സ്വിച്ചസ് നടത്തിയിട്ടുണ്ടെങ്കിൽ അതും കാണിക്കുന്നതാണ്. ഓക്കെ, ആൻഡ് ഇതിൽ പിന്നെ അടുത്തതായിട്ട് പറയാനുള്ള ഓപ്ഷനാണ് ജനറേറ്റ് വിത്ത് AI. ഇതിൽ ക്ലാസ് 8 ടു ക്ലാസ് 12 വരെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതായത് ബോത്ത് കേരള ബോർഡിൻ്റെയും CBSE ബോർഡിൻ്റെയും ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ ക്ലാസ് 8 കൊടുത്തു കേരള ബോർഡ്, ആൻഡ് ഇതിലിപ്പം ഞാൻ മാത്തമാറ്റിക്സ് കൊടുത്തു. ആൻഡ് ഇതിൽ ഏത് ചാപ്റ്ററാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും, ആ ചാപ്റ്റർ സെലക്ട് ചെയ്യുക, കണ്ടിന്യൂ എടുക്കുക. അത് നേരത്തെ കൂട്ട് ആ ഒരു ഫയൽ അപ്ലോഡ് ചെയ്യേണ്ട ഒരു ആവശ്യം നിങ്ങൾക്ക് എന്ത് ചെയ്യും ഇവിടെ വരുന്നില്ല. ഓക്കെ, ആൻഡ് ബാക്കിയെല്ലാം കഴിഞ്ഞതിൽ എങ്ങനെയാണോ നമ്മൾ ചെയ്തത് അതേ കൂട്ട് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ബാക്ക് അടിക്കുന്നു. ആൻഡ് ലാസ്റ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാനുള്ള കൊടുക്കുന്ന ഒരു ഓപ്ഷനാണ് ക്രിയേറ്റ് ഫ്രം ദ ക്വസ്റ്റ്യൻ പേപ്പർ. അതായത് നമുക്കൊരു ക്വസ്റ്റ്യൻ പേപ്പറോ സംഭവം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ജനറേറ്റ് ചെയ്തെടുക്കാം. കെമിസ്ട്രി കൊടുത്തു, ആൻഡ് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇവിടെ എന്താണ് നമുക്ക് ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് നിങ്ങൾക്ക് ആ ഒരു എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. ഒന്നുകിൽ നമ്മുടെ ഡയറക്റ്റ് ഫോൺ വഴിയോ ഇല്ലെങ്കിൽ നമ്മളെ മെയിൽ വഴിയോ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിലിപ്പം നമ്മൾ ഈ ഒരു പ്ലാൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് വേറെ ക്യാഷ് ഒന്നും നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്നില്ല, കാരണം ഇപ്പോൾ ഇതിപ്പോൾ ടെസ്റ്റ് മോഡിലാണുള്ളത്. സോ ഞാൻ ആ നേരത്തെ വീഡിയോയിലുള്ള സെയിം കാർഡ് ഡീറ്റെയിൽസ് കൊടുത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ പ്ലാൻ ആക്റ്റീവ് ചെയ്യാം. എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നെങ്കിൽ നമ്മളെ അറിയിക്കാം, നമ്മൾ നിങ്ങൾക്ക് വേണ്ടുന്ന ഹെൽപ്പ് ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, കാരണം ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ഓൺ വോയിസ് വീഡിയോ തന്നെ ചെയ്യുന്നത്. സോ കുറേ സംസാരിച്ചതിലൊക്കെ ചെറിയ ചെറിയ ഇഷ്യൂസ് കാണും. സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. നമ്മൾ വരുന്ന വീഡിയോസിൽ ഇതെല്ലാം ക്ലിയർ ചെയ്ത് നല്ലൊരു സംഭവമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് എന്ത് സപ്പോർട്ട് വേണമെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ താങ്ക് യു ഫോർ ദ സപ്പോർട്ട്.